കേരളത്തിലെ 9 വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എന്തു പറഞ്ഞാലും ഈ ഭരണത്തെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു. എത്ര കോടികൾ മുടക്കി പ്രചരണം നടത്തിയാലും അത് വിജയിക്കാൻ പോകുന്നില്ല. നിലമ്പൂരിലെ ജനങ്ങൾ UDF സ്ഥാനാർത്ഥി അരിയാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ഇന്ന് മുതൽ അവിടെ സജീവമായിട്ടുണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ നേതാക്കളും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉപതെരഞ്ഞെടുപ്പ് വേണം, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ചത്. ഞങ്ങളും കരുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനകത്ത് ഇപ്പോൾ എന്ത് ധാരണയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടയ്ക്ക് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല? അവർക്ക് ആവശ്യപ്പെടായിരുന്നല്ലോ. കേരളത്തിൽ മഴക്കാലമാണ്, തെരഞ്ഞെടുപ്പ് വേണ്ട, എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല? അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ താല്പര്യം വേണ്ട. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഞങ്ങളെല്ലാവരും പ്രഖ്യാപനത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? 10 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിശോധിക്കേണ്ടത്. ഏതായാലും പരാജയ ഭീതി കൊണ്ടാണ് MV ഗോവിന്ദൻ്റെ ഈ ജൽപ്പനങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം. ഈ അന്നൂറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ചർച്ച സാധ്യതയുണ്ടോ? അതിനുള്ളൊരു മുൻകൈ എടുക്കുന്നുണ്ടോ? ഇന്നലെയും ഞാൻ കാര്യം അൻവർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചു. ഇന്നും അത് തുടരും. അദ്ദേഹത്തെ കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ CPK കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടും ഇന്നലെ രാത്രി KC വേണുഗോപാൽ ഞങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചതാണ്. എല്ലാവരുടെയും ആഗ്രഹവും അദ്ദേഹത്തെ കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ്. തീർച്ചയായിട്ടും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ വ്യക്തികളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് UDFൻ്റെ എന്നത്തെയും സമീപനം. അതുതന്നെയായിരിക്കും ഇപ്പോഴും തുടരുന്നത്. ഇന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമം തുടരും. അദ്ദേഹം കോൺഗ്രസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അദ്ദേഹം UDFിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് എന്നൊരു പൊതുവൊരു വിമർശനമുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെ തന്നെ പറയുന്നത് ആര്യൻ ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥി ഇതെല്ലാം തനിക്കറിയാം, താനും തന്നെ പുറത്തുവിടും എന്നെല്ലാം പറയുന്നത്. ഇത്തരത്തിലൊരു ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അല്ല, ഞാൻ ഓരോരുത്തരും പറയുന്നതിന് മറുപടിക്കൊന്നും ഞാനില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നിലമ്പൂർ ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടു കൂടി ചെയ്തത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് KC വേണുഗോപാലുമായിട്ട് ഇനി ചർച്ച നടത്തിയിട്ട് ഇനി മുന്നോട്ടുള്ളൂ. KC വേണുഗോപാൽ രംഗത്തിറങ്ങി തനിക്ക് വേണ്ടി താൻ സംസാരിക്കും. ഇനി KCയിലാണ് തന്റെ പ്രതീക്ഷ എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത്. അത് നല്ല കാര്യമാണ്. KC വേണുഗോപാൽ കേരളത്തിലെ നേതാവാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയുള്ള അദ്ദേഹവുമായി സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഈ കാര്യത്തിൽ ഒരു മനസ്സോടെ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന VV പ്രകാശ് തോൽക്കാൻ കാരണം ആര്യൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണോ വിമർശനം? അതൊക്കെ ചുമ്മാ തെരഞ്ഞെടുപ്പിൽ ഉള്ള കള്ളപ്രചരണങ്ങളാണ്. അത്തരം ഒരു പ്രചരണം ഇത്തവണ ഏൽക്കാൻ പോകുന്നില്ല. എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ UDF പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആര്യൻ ഷൗക്കത്തിന് വേണ്ടി രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. ബാക്കി എല്ലാവരും ഉടനടി തന്നെ രംഗത്തിറങ്ങും. വൻ വിജയത്തോടെ UDF അവിടെ വിജയിക്കും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ട അതേ കാഴ്ചയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും.